Jam Sauces Pickles കുട്ടിപ്പട്ടുമാൽ സീസൺ 2 പവർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡിന്റെ ഒരു പുതുമയാർന്ന എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും അവരുടെ പാട്ടുകളൊക്കെ ആയിട്ട് റെഡിയായി. അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മുടെ 3 താരങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആ 3 താരങ്ങളെ ക്ഷണിക്കാം. നമ്മുടെ ജഡ്ജസ് ഫിറോസിക്ക, സജില, ഷബ്നം. നമ്മുടെ എൻറ്റയർ ഓർക്കസ്ട്ര ടീമിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹാപ്പി ജാം സോസസ് പിക്കിൾസ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം, സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനം. സൽക്കാരം റൗണ്ടിൽ ആദ്യമായി പെർഫോം ചെയ്യാനെത്തുന്നു ഫാത്തിമ നെഹ്ല. നെഹലക്കുട്ടി, ഇപ്പഴാണ് നെഹലക്കുട്ടീനെ പാത്തുമ്മന്ന് വിളിക്കാൻ തോന്നുന്നത്. ഇപ്പഴാണ് ആ ലുക്ക് കറക്റ്റ് ആയത്. ഇപ്പഴല്ലേ ശരിക്കും ഒരു പാത്തുമ്മയായത്. ഇതെന്താണ്, പണപ്പെട്ടിയാണോ? പണമൊക്കെ ഉണ്ടോ അതിനകത്ത്? എന്തൊക്കെയുണ്ട് അതിനകത്ത്? വെറുതെ ആൾക്കാരെ പറ്റിക്കാനാണല്ലേ, പണമൊന്നുമില്ല അതിനകത്ത്. സൽക്കാരം റൗണ്ടിൽ വേറെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? പണമല്ലാണ്ട് പണമോ ഇല്ല, അലുവ മാത്രം. അലുവ മാത്രമേ ഉള്ളൂ കൊച്ചിന്റെ കയ്യിൽ. അയ്യോ, അതെന്ത് പറ്റി? വേറെ ഒന്നും ഉണ്ടാക്കി തന്നില്ല ആരും? ഉണ്ടാക്കിയല്ലോ, വാങ്ങിച്ചതാ. അയ്യോ, സാരില്ല, അത് ആരുടെ അടുത്തും പറയണ്ട കേട്ടോ, രഹസ്യമാക്കി വെച്ചോ. എന്തായാലും നല്ലോണം പെർഫോം ചെയ്തോളൂ കേട്ടോ സൽക്കാരം റൗണ്ടിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കല്യാണം കഴിഞ്ഞിട്ട് 5-6 ദിവസമായി. ഇപ്പോഴാണ് പുതിയ പ്ലേനെ നല്ല പോലെ ഒന്ന് സൽക്കരിക്കാൻ വിളിക്കണേ. പാത്തുട്ടിയേ, ഇങ്ങോട്ട് വന്നിട്ടൊന്ന് പണിയെടുക്കാൻ നോക്ക്. ഇവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇങ്ങോട്ട് വന്നൂട്ടാണേ. കുത്തിക്കുടി വന്നോളിയും പെണ്ണുങ്ങളെ, ഇങ്ങളെ നെല്ലൊന്ന് കുത്തിക്കുടി, നെല്ലൊന്ന് കുത്തിക്കുടി. പുന്നാര മാരന്റെ സൽക്കാരം പിരിശത്തിലാക്കി കുടി, പുന്നാര മാരന്റെ സൽക്കാരം പിരിശത്തിലാക്കി കുടി. വന്നോളി പെണ്ണുങ്ങളെ, ഇങ്ങളെ നെല്ലൊന്ന് കുത്തിക്കുടി, അയ്യാറിട്ട് നെല്ലൊന്ന് കുത്തിക്കുടി. വന്നോളി പെണ്ണുങ്ങളെ, ഇങ്ങളെ നെല്ലൊന്ന് കുത്തിക്കുടി, അയ്യാറിട്ട് നെല്ലൊന്ന് കുത്തിക്കുടി.
ഒന്നാം തരം മുട്ട പലടകളും. അമ്മു ബിരിയാണി വെച്ചത് ചെമ്പൊന്നു മാറ്റിക്കോളി, വേറെ വേറെ ചെമ്പിൽ വിളമ്പിക്കോളി. മമ്മൂക്ക ബിരിയാണി വെച്ചത് ചെമ്പൊന്നു മാറ്റിക്കോളി, വേറെ വേറെ ചെമ്പിൽ വിളമ്പിക്കോളി. വന്നോളി പെണ്ണുങ്ങളെ നിങ്ങൾ നെല്ലൊന്നു കുത്തിക്കോടി, അയ്യാരട്ട് നെല്ലൊന്നു കുത്തിക്കോടി. വന്നോളി പെണ്ണുങ്ങളെ നിങ്ങൾ നെല്ലൊന്നു കുത്തിക്കോടി, അയ്യാരട്ട് നെല്ലൊന്നു കുത്തിക്കോടി. മമ്മൂക്ക ബിരിയാണി വെച്ചത് ചെമ്പൊന്നു മാറ്റിക്കോടി, വേറെ വേറെ ചെമ്പിൽ വിളമ്പിക്കോടി. മമ്മൂക്ക ബിരിയാണി വെച്ചത് ചെമ്പൊന്നു മാറ്റിക്കോടി, വേറെ വേറെ ചെമ്പിൽ വിളമ്പിക്കോടി. വന്നോളി പെണ്ണുങ്ങളെ നിങ്ങൾ നെല്ലൊന്നു കുത്തിക്കോടി, അയ്യാരട്ട് നെല്ലൊന്നു കുത്തിക്കോടി. വന്നോളി പെണ്ണുങ്ങളെ നിങ്ങൾ നെല്ലൊന്നു കുത്തിക്കോടി, അയ്യാരട്ട് നെല്ലൊന്നു കുത്തിക്കോടി. മമ്മൂക്ക ബിരിയാണി വെച്ചത് ചെമ്പൊന്നു മാറ്റിക്കോടി, വേറെ വേറെ ചെമ്പിൽ വിളമ്പിക്കോടി. മമ്മൂക്ക ബിരിയാണി വെച്ചത് ചെമ്പൊന്നു മാറ്റിക്കോടി, വേറെ വേറെ ചെമ്പിൽ വിളമ്പിക്കോടി. ഫാത്തിമ നെഹല, ഇത് എന്തൊരു സൽക്കാരമായിരുന്നു. ഇത് എന്ത് അമ്മായിയാണ് ഫാത്തിമ, എല്ലാവരെയും ചീത്ത പറയണം. ആദ്യം കുറേ പെണ്ണുങ്ങളെ വിളിച്ച് ചീത്ത പറഞ്ഞു, പിന്നെ മറ്റേ പാത്തുമ്മ മാനത്ത് നോക്കി നിൽക്കാണോ എന്നൊക്കെ ചോദിക്കുന്നു. ആ ചെക്കൻ്റെ ചെവി പിടിച്ച് തിരിച്ചു. എന്താണിത് സൽക്കാരം റൗണ്ടില്? എന്തിനാ കൊച്ചിനെ ചെവി പിടിച്ച് തിരിച്ചേ? അതെ, ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കിക്കുമ്പോ ആരെയാണെങ്കിൽ ചെവി പിടിക്കൂലേ? ആണല്ലേ, പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുക അല്ലേ? എല്ലാ കല്യാണ വീട്ടിലും ഇങ്ങനെ ഒരാളുണ്ടാവൂലേ? ഇതിനൊക്കെ എന്ത് ചെയ്യണം അപ്പൊ? ചെവി പിടിച്ചിട്ടുണ്ട് പുറത്താക്കണം, ഓടിച്ചു വിടണോ അല്ലേ? അമ്പടാ, അത് കൊള്ളാട്ടോ. നമുക്ക് കമന്റ്സ് ചോദിക്കാം ജഡ്ജസിന്റെ അടുത്ത്. ജഡ്ജസ്, സജ്ല, വാട്ട് എ ട്രാൻസ്ഫോർമേഷൻ. താങ്ക് യു, സിംഗിങ്ങില് ഭയങ്കര മാറ്റം ഉണ്ടല്ലോ. താങ്ക് യു. ഫസ്റ്റ് വന്ന് നെഹലക്കുട്ടിയേ അല്ല കേട്ടോ, നല്ല മാറ്റമുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരു നാടൻ പാട്ടിന്റെ ഒരു സ്റ്റൈലായിരുന്നു അല്ലെ ഈ സൽക്കാര പാട്ട്. നല്ല രസമുണ്ട്, കോറസും നന്നായി സപ്പോർട്ട് ചെയ്തു കേട്ടോ. പിന്നെ സിനാൻ, നീ എന്താ ഉദ്ദേശിച്ചേ? ബാക്കിൽ ഇങ്ങനെ ഓരോ ആക്ഷൻ നീ കാണിച്ചല്ലോ, എന്താ ഉദ്ദേശിച്ചേ? കളിയാക്കാൻ ആള് ബെസ്റ്റാണ് എല്ലാരെയും. ആ, എന്താ ഉദ്ദേശിച്ച? കളിയാക്കിയതാണോ? ഒന്ന് അതൊന്ന് കാണിച്ചേ, എന്തൊക്കെയാ നീ കാണിച്ചേ? ഓർമ്മയില്ല. ആഹാ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു മറ്റേ മമ്മൂക്ക സ്റ്റൈലിൽ കാരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നില്ല. കാണിച്ചേ. ആ, ബഷീർക്ക് ഇവിടുന്ന് കാണിക്കുന്ന ഞാൻ കണ്ടു, അത് നീ റിപ്പീറ്റ് ചെയ്തല്ലോ, അതാ കാണിക്കാൻ പറഞ്ഞേ. ഏതെങ്കിലും ഒരെണ്ണം. ആ, അടുത്തത് ഒന്നുകൂടെ. പിന്നെ അടുത്ത. ആ, പിന്നെ അതെന്താണ്? ആ, മാങ്ങവറി ചെളികുത്ത്. ആ, പിന്നെ ആ, അതെന്താണ് ഉദ്ദേശിച്ചേ? കളിയാക്കിയത്, മൊത്തത്തിൽ കളിയാക്കിയത് തന്നെയാണ് അല്ലേ? എന്താ നെഹലക്കുട്ടിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനുണ്ടോ? ഉണ്ടോ? എങ്ങനെയാ സിനാൻ വായി നോക്കിയത്? കൊടുത്ത്. അവൻ എങ്ങനെയാണ് വായി നോക്കല്? പെണ്ണുങ്ങളെ എങ്ങനെയാ നോക്കല്? ആ, അങ്ങനെയാണോ നോക്കല്? തീരെ പിടിക്കില്ല അല്ലേ സിനാനെ നിനക്ക്? ചീത്തക്കുട്ടിയാണോ? ആണ് സിനാൻ, ചീത്തക്കുട്ടിയാ പോലും ആണോ? കുറച്ച് കുസൃതി ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ? നല്ല കുട്ടി തന്നെയാണ് സിനാൻ. സിനാൻ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് ചെയ്തു. പിന്നെ നെഹലക്കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ നല്ലതാണ് കേട്ടോ. ഫസ്റ്റത്തെ ഡയലോഗൊക്കെ ഭയങ്കര ഈസി ആയിട്ടാണ്. ആ ലാംഗ്വേജ് ഒക്കെ കുഞ്ഞി വായിന്ന് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല കോൺഫിഡൻസ് ലെവലാണ് മോൾക്ക് എല്ലാ കാര്യത്തിലും, പെർഫോം ചെയ്യാനും പാടാനും ഒക്കെ. അവരോട് നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ. താങ്ക് യു സജ്ല. ഫിറോസിക്ക, ഗ്രാൻഡ് ഉഷാറായിരുന്നു. താങ്ക് യു. വളരെ പുതുമയുള്ളൊരു സൽക്കാരപ്പാട്ട് അല്ലേ? ഒട്ടും ഷോകളിൽ വരാത്ത വളരെ പുതുമയുള്ളൊരു കെ പി കുട്ടി വാക്കാട് വരികൾ. ട്രഡീഷണൽ ഈണമാണിത്. ഇതൊരു ട്രഡീഷണൽ ഈണമാണ്. വന്നോളിയും പെണ്ണുങ്ങളെ ഇങ്ങളും നെല്ലൊന്ന് കുത്തിക്കൂടി എന്നുള്ളത് കാലങ്ങളായിട്ട് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു ഉമ്മാമ്മമാരൊക്കെ പാടുന്നൊരു സംഗതിയാണ്. അതിൻ്റെ പാത പിടിച്ച് കുട്ടി വാക്കാട് എഴുതിയ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മോള് നന്നായി പാടി.
താങ്ക് യു. ടീം നന്നായി സപ്പോർട്ട് ചെയ്തു. ഒരു സ്ഥലത്ത് പാടുമ്പോൾ ആ എന്ന് ചേർത്ത് പാടിയതാരാ? ആരായിരുന്നു? ഗംഭീരമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഞാൻ നോക്കി ആരാ പാടിയതെന്ന്. ശ്രദ്ധിച്ചില്ലേ? നന്നായിരുന്നു അത്. പിന്നെ മോള് എല്ലാ സ്ഥലങ്ങളും പാടി. എന്തൊക്കെയാണ് പറഞ്ഞത് ഈ സൽക്കാരത്തിൽ? അല്ല, കൊണ്ടുവന്നത് എന്താ? എത്ര തരം ഹൽവ? എത്ര തരം? ചോക്ലേറ്റ് ഹലുവ, മറ്റേതും മറിച്ചതുവാ. അതൊരു തീരുമാനമാക്കിയിട്ട് മതി കമൻറ്റ്. മറ്റേതും മറിച്ചതും ഒക്കെ അതെന്താ സാധനം? അതെവിടെ കിട്ടുക? അതേത് മാർക്കറ്റിലാണ് കിട്ടുക? മറ്റേതും മറിച്ച ചോക്ലേറ്റ് ഹലുവ, പച്ചലുവ, ഗ്രീൻ ഹലുവ. അല്ല, പച്ചലുവനല്ലേ ഗ്രീൻ ഹലുവ? ഞാൻ ആലോചിച്ചില്ല. പഠിച്ചു വരുന്നുള്ളൂ. ഗ്രീൻ, പച്ച, റെഡ്, ചോപ്പ് ഞാൻ പഠിച്ചു അറിയാതെ പറഞ്ഞു. ഗ്രീൻ ഹലുവ, പിന്നെ റെഡ് ഹലുവ, പിന്നെ ബ്ലാക്ക് ഹലുവ, പിന്നെ ഒരു എല്ലാ കളറും കൂടി ഒരു ഹലുവ. അതിനിപ്പോൾ നമ്മൾ എന്താ പറയുക? ഈസ്റ്റ്മാൻ കളർ ഹലുവ അല്ലേ? അതെന്താ സാധനം എന്ന്. ഏതായാലും ഹലുവയുടെ കുറേ തരങ്ങളാണ് ഞങ്ങൾക്ക് സൽക്കരിച്ചത് കേട്ടോ. നല്ല മധുരം. ഹലുവയ്ക്ക് പിന്നെ മധുരമാണല്ലോ. ഹലുവയേക്കാൾ മധുരം ഊർന്ന രീതിയിൽ പാടി. അപ്പോൾ മനോഹരമായിട്ട് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഷബ്ന, നെഹല പറ, എങ്ങനെയുണ്ടായിരുന്നു? ശബ്ദത്ത് പറയണോ? അടിച്ചു പൊളിച്ചില്ലേ എല്ലാരും കൂടെ? തകർത്തടുക്കി. നല്ല പെർഫോമൻസ് ആയിരുന്നു മോളെ. മോള് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൂപ്പർ ടാലന്റഡ് നെഹല എന്നല്ലേ മോളെ പറയാറ്. അതുപോലെ തന്നെയാണ്. ഇന്ന് എനിക്ക് മോളുടെ ഡ്രസ്സിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ റെഡ് ഷോൾ ഇട്ടതാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ വരുമ്പോൾ വേറൊരു കളറല്ലേ, വൈറ്റൊക്കെ അല്ലേ ഇടാറ്. ഇന്ന് പാത്തുമ്മ കുട്ടി നല്ല രസമുണ്ട് റെഡൊക്കെ ഇട്ടിട്ട്. അടിച്ചു പൊളിച്ച് പാടി. എന്താണ്, ഇടയ്ക്ക് ഒരു സ്ഥലത്ത് മമ്മൂക്ക എന്ന് പറയുന്നത് വിട്ടുപോയോ? ഇല്ലേ? അത് മാത്രമേ പ്രശ്നമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നന്നായിരുന്നു. സിനാൻ്റെ ഡാൻസും ഇങ്ങനെ ഓൺ സ്റ്റേജിൽ അപ്പം തന്നെ ഇങ്ങനെ കണ്ടിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് സിനാൻ കേട്ടോ. എന്തായാലും എല്ലാവരും ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. അപ്പം ഫാത്തിമ, നെഹല മാർക്സിലേക്ക് എടുക്കാം. ഫിറോസിക്ക? നെഹലയ്ക്ക് 39.5. 39.5 out of 40. സജ്ല? 29. 29 out of 30. And ഷബ്നം? 29.5. 29.5. ഫാത്തിമ, നെഹലയ്ക്ക് കിട്ടുന്ന ടോട്ടൽ 98 out of 100. ഫാത്തിമ, ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ഫാത്തിമയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. റീഹാസ് വെഡ്ഡിംഗ് സെന്റർ തലശ്ശേരി നൽകുന്ന സമ്മാനം. അടുത്തത് നമ്മുടെ സിനിമാ റൗണ്ടാണ്. സിനിമാ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണ, ഇതെന്താണ് കയ്യില്? ഒരു പ്ലാസ്റ്റിക് ഗിറ്റാറൊക്കെ. പ്ലാസ്റ്റിക് ആണോ? എന്ത് ഗിറ്റാറാ? വായിക്കാറിയോ ഗിറ്റാറ്? ഗിറ്റാർ വായിക്കാറിയോ? ശരിക്കും വായിക്കാറിയോ? ശരിക്കുള്ള ഗിറ്റാർ വായിക്കാറിയോ? ഇല്ല. പഠിക്കുവോ? ഈ പാട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും പഠിക്കൂ അല്ലേ? സിനിമാ റൗണ്ടിൽ ഏത് പാട്ടിനാ പെർഫോം ചെയ്യണേ? എന്റെ കൽബിലെ വെണ്ണിലാവുന്നി. ന്യൂജൻ കുട്ടിയാട്ടാ. ഇത്രയും നാള് നമ്മള് പഴയ കുറെ പാട്ടുകൾ കേട്ടു. ഇനി ഒരു പുതിയ പാട്ടല്ലേ? അപ്പൊ തകർത്തോളൂല്ലേ? എന്താ ഒരു സംശയം? തകർക്കും എന്ന് പറ. തകർക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബഹുമാനരെ, ഒരു സഹപാഠിയുടെ കവിത അവളുടെ അനുവാദമില്ലാതെ ഈ വാനോളം ഉയർന്ന ഈ കുട്ടിപ്പാട്ടുമാലയിൽ ഞാൻ ട്യൂൺ ചെയ്തു പാടുകയാണ്. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചരെ മുല്ലമുട്ടിലോറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചനെ മുല്ലമുട്ടിലോറും അത്തറൊന്നു വേണ്ടേ,
ചേലുകാരാ. നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിലെ നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിലെ പഞ്ചസാരയാവാം. നിന്റെ നെഞ്ചിലെ തപ്പമുട്ടുമാൻ എന്നും എന്റെയാവാം. ഓടുവാൻ മൈലാഞ്ചി മഞ്ചൊന്നു കാണുവാൻ, ഒപ്പനയ്ക്കു നീ കൂടുവാൻ മൈലാഞ്ചി മഞ്ചൊന്നു കാണുവാൻ. എന്തുമാത്രമേ ആഗ്രഹങ്ങളെ മൂടിവെച്ചുവെന്നു എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരെ മുല്ലമുട്ടിലോറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ, തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്തു നീ നിന്നുവെങ്കിലും കൈ തൊടാഞ്ഞതെന്തേ? ലാളനങ്ങളിൽ മൂളുവാൻ കൈതാളമിട്ടൊന്നു പാടുവാൻ, ലാളനങ്ങളിൽ മൂളുവാൻ കൈതാളമിട്ടൊന്നു പാടുവാൻ. എത്ര വട്ടമെൻ കാൽച്ചിലങ്കകൾ മെല്ലെ കൊഞ്ചിയെങ്ങു എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരെ മുല്ലമുട്ടിലോറും അത്തറന്നു വേണ്ടേ, അത്തറന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. ശ്രീകൃഷ്ണ, ഈ ചേച്ചി. പട്ടുറുമാൽ വേദിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സഹപാഠി കവിത എഴുതുന്നു, ശ്രീകൃഷ്ണ അതിന് ട്യൂൺ ഇടറു. ഇവിടെ എന്തിനാ വരണേ? പാട്ടുപാടി സമ്മാനം കൊടുക്കാണ്ട് ജഡ്ജസിന്. ജഡ്ജസിനോ? പാട്ട് പാടിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. സജിലത്തേനെയും ശബ്നത്തേനെയൊക്കെ നോക്കിയിട്ട് എൻ്റെ പാട്ട് എന്തൊക്കെ പാട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ സഹപാഠി ഇവിടെ ഇരിക്കുക. സഹപാഠിനെ ശ്രദ്ധിക്കണേ ഇല്ല, എല്ലാം അങ്ങോട്ടേക്ക് സജിലത്തേക്കും ശബ്നത്തിനേക്കും ആയിരുന്നില്ലേ പോണ്ടായിരുന്നേ? അപ്പൊ എന്താണ് ഗിഫ്റ്റ് കൊടുക്കണേ ഇവർക്ക്? എന്താണ് രഹസ്യമാണ് പറയാനുള്ള എൻ്റെ അടുത്ത്? 3 നേരം കൊടുക്കും. എന്നാ കൊടുത്തോളൂ. എവിടെ? കമന്റ്സിലേക്ക് പോവാം. ഫിറോസിക്ക, ശ്രീകൃഷ്ണ ഗിറ്റാർ ഒന്ന് വായിക്കോ? അങ്ങനെ പോട്ടെ. തകർത്തു. ഒരു നല്ല ഗിറ്റാറിസ്റ്റ് ആവാനുള്ള എല്ലാ ഗ്ലാമറും ഉണ്ട് കേട്ടോ. വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ ഈണം കൊടുത്ത്,
നമ്മുടെ വിനീത് പാടിയ പാട്ട്. അത് മോൻ മനോഹരമായിട്ട് പാടി. പിന്നെ പേടിച്ചിരുന്നു ഒരു സ്ഥലം, നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിൽ. അയ്യോ, അതങ്ങനെ മേലേക്ക് പോയിട്ടൊരു തിരിച്ചുവരവുണ്ട്. അപ്പം ഞാൻ 2 സ്ഥലം ഞാൻ ഒന്ന് പേടിച്ചിരുന്നു. പക്ഷെ അത് മോൻ്റെ ഒരു ശൈലിയിൽ മോൻ പാടി കേട്ടോ. അത് ഭയങ്കര ടഫ് ഏരിയയാണത്. അതിങ്ങനെ പാടി വരിക എന്നുള്ളത് ഭയങ്കര ഏരിയയാണ്. ബാക്കി പിന്നെ ഇങ്ങനെ ഇട്ടൊരു സാധനം പാടിയല്ലോ, അതൊരു സ്ഥലത്ത് കിടുകിടുന്ന് വന്നു. ഒരു സ്ഥലത്ത് അതിങ്ങനെ ആ കൈക്ക് അനുസരിച്ച് വന്നു കറക്റ്റായിട്ട്. കൈ തൊടാഞ്ഞത് എന്ത് അല്ലേ, അവിടെ അല്ലേ അത് പാടിയത്? മോൻ മനോഹരമായിട്ട് തന്നെ പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സജ്ല? വിനീതല്ലേ പാടിയത്? വിനീത് ആ ഒരു പ്രണയത്തിന്റെ ഫീലൊക്കെ കൊടുത്ത് പാടിയ പാട്ടാണ്. അപ്പോ ശ്രീകൃഷ്ണന് പ്രണയമുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് ആ ഫീല് കൊടുക്കാൻ പറ്റാണ്ടിരുന്നെ. പക്ഷെ പ്രണയിക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ, ക്ലാസ്സിലല്ലേ നമ്മുടെ പണ്ടത്തെ. അന്ന് പറഞ്ഞു കൊടുത്തില്ലേ അവർക്ക്? ആ കുട്ടി മറ്റേ ആ സുന്ദരിയായിട്ട് വെളുത്തിട്ടുള്ള പിടിച്ചു. ഇപ്പൊ ക്ലാസ്സിലുള്ള അതിനെ വിട്ടു. ഇപ്പൊ ബഷീർ ഖാന്റെ മോളടുത്തായി. മോന് എന്താ പറയാ, മോന്റെ സ്റ്റൈലിലാ പാടിയത് കേട്ടോ. അതിന്റെയാണ് എപ്പോഴും പറയാറ്, മോന്റെ സ്റ്റൈലിൽ പാടി. ഒറിജിനൽ സോങ് കേൾക്കുന്ന പോലെയല്ല മോൻ പാടുന്നതിൽ. പിന്നെ മോൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ടെൻഷനൊന്നും കാണാറില്ല സ്റ്റേജിൽ പാടുമ്പോൾ. ഭയങ്കര ഫ്രീ ആണ്. പൊടിയാണെങ്കിലും നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് പാടും. അതൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഷബ്നം? ഞാൻ വിനീത് സ്റ്റേജിൽ പാടിയും വേറെ കുറേ പേര്, ഇതൊരു ഹിറ്റ് സോങ് ആയിരുന്നല്ലോ, ആ ഇടയ്ക്ക് ഇറങ്ങിയതിലും ഇപ്പോഴും നമ്മുടെ സ്റ്റേജസിലൊക്കെ ഒത്തിരി പേര് പാടണമെന്ന് ആവശ്യപ്പെടുന്നതൊക്കെ പാട്ടാണ്. ഒത്തിരി പേര് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. പാട്ടിൻ്റെ പെർഫെക്ഷൻ ഒന്നും വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ കേട്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഈ പാട്ട് പാടി ഇഷ്ടപ്പെട്ടത് എൻ്റെ കൃഷ് പാടിയിട്ട്. ഇത്രയും കുട്ടി കൃഷ്ണൻ പാടുമ്പോൾ പിന്നെ അതെങ്ങനെയാണ് ഇഷ്ടപ്പെടാണ്ടിരിക്കുക? അത്ര ഭംഗിയായിരുന്നു മോനെ. എന്തൊരു സ്വീറ്റാന്നറിയോ, സ്നേഹം തോന്നിയിട്ട് എനിക്ക് എന്താ പറയുക. എൻ്റെ പുഞ്ചിരി അനുപല്ലവിയിൽ ഹൈയിൽ പോയില്ലേ, ശരിക്കും ആ ഒരു റേഞ്ചിൽ ഒറ്റ നോട്ടിൽ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പാടാണ് മോനെ ഈ പ്രായത്തിൽ. സത്യമാണത്. അത് മോനെ അങ്ങനെ പാടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി മോനെ, ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു ഷബ്നം. ശ്രീകൃഷ്ണ? മാർക്സ് ചോദിക്കാം. ഫിറോസിക്ക? ശ്രീകൃഷ്ണന് 38. 38 out of 40. സജ്ല? ശ്രീകൃഷ്ണന് 28. 28 out of 30. ഷബ്നം? 28.5. 28.5 out of 30. ശ്രീകൃഷ്ണന് കിട്ടിയ ടോട്ടൽ 94.5 out of 100 ആയിരുന്നു. അപ്പൊ ഇനി ഗിഫ്റ്റ് വേണ്ടേ? ആരായിരിക്കും ഗിഫ്റ്റ് തരുന്നത്? റോസ് ഗാർഡൻ സിൽക്സ് തരുന്ന ഒരു നല്ല സൽക്കാരം റൗണ്ടാണ് അടുത്തത്. പെർഫോം ചെയ്യാൻ എത്തുന്നു സർഫറാസ്. സർഫറാസ്, സൽക്കാരം റൗണ്ട് അല്ലേ? ഏത് പാട്ടാ പാടുന്നേ? അമ്മായി ആശയോടെ നന്നായി വിരുന്നൊരുക്കുന്ന പാട്ട്. ആണോ? അമ്മായി ഉണ്ടോ ഇവിടെ? ഇല്ല. ആരാണ് ഈ കുറെ പലഹാരങ്ങൾ വരുന്നത് ഞാൻ കാണുന്നത് ഓൺ ദ വേ. ആരാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത്? കുറെ പേരുണ്ട്. എൻ്റെ ഷമീറ മാമി, മിന മാമി, റാഫിയ മാമി, നബീസാമി, സൂബിമാനി, കൊറേ പേര് കൂടി ചേർന്നുണ്ടാക്കിയതല്ലേ? ഉമ്മച്ചിയും എല്ലാരും കൂടി ചേർന്നുണ്ടാക്കിയതാ. അപ്പൊ കൊറേ ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പാട്ട് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തെല്ലാം അപ്പത്തരങ്ങൾ, ഏതെല്ലാം അപ്പത്തരങ്ങൾ,
വെളുത്തപ്പം അളുത്തപ്പമുണ്ട്, തലപ്പത്ത് ചൊറയുള്ള വളിച്ചപ്പമുണ്ട്, കുളുത്തപ്പം പിന്നെ പലതരമുണ്ട്. തിന്നോളിൻ തിന്നോളിൻ ഇത് മാറുമാകാനേ, തിന്നാഞ്ഞാൽ എൻ്റെ മോള് വിഷമിക്കും തേനേ. തിന്നോളി തിന്നോളി ഇത് മരുമകനേ, തിന്നാഞ്ഞാൽ എൻ്റെ മോള് വിഷമിക്കും തേനേ. പാലടക്കണിയട മടക്കടയുണ്ട്, ചേലിലൊരുക്കിയ കുഞ്ഞപ്പമുണ്ട്, കോളിൽ പരത്തിയ പത്തിരിയുണ്ട്. പാലടക്കണിയട മടക്കടയുണ്ട്, ചേലിലൊരുക്കിയ കുഞ്ഞപ്പമുണ്ട്, കോളിൽ പരത്തിയ പത്തിരിയുണ്ട്. നല്ലോണം കഴിച്ചോളി നിങ്ങൾ പുതിയ പ്ലേ, ലേവലേശം അടിക്കല്ലേ പൊന്നും പുതിയ പ്ലേ. നല്ലോണം കഴിച്ചോളി നിങ്ങൾ പുതിയ പ്ലേ, ലേശം പാടിക്കല്ലേ പൊന്നും പുതിയ പ്ലേ. ബിരിയാണി നെയ്ച്ചോറ് പതക്കുന്നതുണ്ട്, പൊരിച്ചത് വറുത്തത് മിർച്ചിയുമുണ്ട്, കരമുട്ട കൂട്ടാൻ വേറെയുമുണ്ട്. ബിരിയാണി നെയ്ച്ചോറ് പതക്കുന്നതുണ്ട്, പൊരിച്ചത് വറുത്തത് മിർച്ചിയുമുണ്ട്, കരമുട്ട കൂട്ടാൻ വേറെയുമുണ്ട്. താരിമണ്ടാൽ പേരുമണ്ട ഉണ്ട് പുതിയ പ്ലേ, താരം പോലെ കഴിച്ചോളിൻ പൊന്നിൻ പുതിയ പ്ലേ. താരിമണ്ട പേരുമണ്ട ഉണ്ട് പുതിയ പ്ലേ, തരപോലെ കഴിച്ചോളി നിങ്ങൾ പുതിയ പ്ലേ. അമ്മായിമാര് മോനെ ഇരുത്തിയിടുന്നേ, അപ്പങ്ങൾ പലതാരം നിരത്തിയിടുന്നേ. അമ്മായിമാര് മോനെ ഇരുത്തിയിടുന്നേ, അപ്പങ്ങൾ പലതാരം നിരത്തിയിടുന്നേ. താരിമണ്ടാൽ പെരുമണ്ട ഉണ്ട് പുതിയ പ്ലേ, തരം പോലെ കഴിച്ചോളിൻ പൊന്നിൻ പുതിയ പ്ലേ. താരിമണ്ട പേരുമണ്ട ഉണ്ട് പുതിയ പ്ലേ, തരപോലെ കഴിച്ചോളി നിങ്ങൾ പുതിയ പ്ലേ. തനതന്ത താനതന്ത തന്താനം പാടുന്നേ, തനതന്ത താനതന്ത തന്താനം പാടുന്നേ, തനതന്ത തനതനതന്ത തന്താനം പാടുന്നേ, തനതന്ത താനതന്ത തന്താനം പാടുന്നേ. സർഫറാസ് ചേച്ചി എത്ര വെറൈറ്റി അപ്പങ്ങളായിരുന്നു. ഒന്ന് ഓർത്ത് പറഞ്ഞേ, എന്തൊക്കെ അപ്പങ്ങളുണ്ടായിരുന്നു? കലത്തപ്പം, വെളുത്തപ്പം, അലുത്തപ്പം, പിന്നെ പിന്നെയും കുറെ കുഞ്ഞപ്പം, വലിയപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും കുറെ അപ്പങ്ങൾ ഉണ്ടായിരുന്നല്ലോ. മൊത്തത്തിൽ അപ്പങ്ങളുടെ പാട്ടായിരുന്നു അല്ലേ ഇത്? എനിവേസ് നമുക്ക് കമന്റ്സിലേക്ക് പോവാം. ഫിറോസിക്ക, വീണ്ടും ഒരു അമ്മായിപ്പാട്ട് അല്ലേ, ഒരു സൽക്കാരപ്പാട്ട്, ഒരു ട്രഡീഷണൽ ഈണത്തിൽ. എനിക്ക് തോന്നുന്നത് ഒരു ശുദ്ധ ട്രഡീഷണൽ ഈണത്തിൽ ഈ ഒരു പാട്ടാണ് ഇപ്പം ഞങ്ങൾ കേട്ടത്. വേറെയുള്ള പാട്ടുകൾക്കൊക്കെ അതിൻ്റെതായ പുതുമകളും ഒക്കെ, സൽക്കാരം തന്നെ എല്ലാ പാട്ടുകളും ഈണമാണ് ഞാൻ പറഞ്ഞത് അല്ലേ. മോന് അവസാനത്തിലേക്കൊക്കെ ഒരു കിതപ്പ് വന്നു അല്ലേ, ബുദ്ധിമുട്ട്. അത് എന്താ പറയുക അതിൻ്റെ കാരണം? മോന് 4/4 താളം മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്ലാനുകൾ ഇങ്ങനെ വരിക മോനെ, മേലേക്കും മേലെ. എവിടെയാ? താനിന്ന താനന്നാനി താനന്ന അല്ലേ, താനിന്ന അങ്ങോട്ട് പോകണം, താനിന്നാനി താനന്ന് തിരിച്ചിങ്ങോട്ടും വരണം. അതങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരണം, അതെന്നെ പാടില്ലേ. പിന്നെ എനിക്ക് സ്പീഡ് പാടിയില്ലേ, പാലട കനിയട മടക്കടയുണ്ട്, താനന നീനനുണ്ട്, താനന നിന്നനുണ്ട്. ഇങ്ങനെയാണ് കേട്ടത്. മോനത് പഠിച്ചു കൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാണോ? അല്ല, ഇങ്ങനെയാണ് ട്യൂൺ കേട്ടത് അല്ലേ. അപ്പോൾ അവിടെ മോന് ആ ട്യൂണാണെങ്കിൽ അവിടെ പാടുമ്പോൾ ഒരു കൺഫ്യൂഷൻ, ആ സ്ഥലത്ത് ഒരു കൺഫ്യൂഷൻ പാടുമ്പോൾ, അതുകൊണ്ടൊരു സംശയം, ഈ ട്യൂണാണോ ആ ട്യൂണാണോ, അങ്ങനെ പോയി കളിച്ചിരുന്നു ആ സ്ഥലത്ത്. അതൊരു ഇതല്ല, ഞാനതിൻ്റെ ഒരു തിരുത്ത് പറഞ്ഞു തന്നതാണ്. എന്നാലും കോറസ് ടീം നന്നായി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ മോൻ നന്നായി പാടി. താങ്ക് യു. താങ്ക് യു ഫിറോസിക്ക. സജില, പ്രാക്ടീസ് കുറവാണോ സർഫു? ചെയ്യാറുണ്ടോ? ഇല്ലാന്ന് ഞാൻ പറയുന്നു. ഉണ്ട്. ഇല്ല, കാരണം പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു മാറ്റമൊന്നും കാണുന്നില്ല പാട്ടിൽ. കഴിഞ്ഞ പോലെ തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഫസ്റ്റത്തെ ഹമ്മിങ് വിരുത്തൊക്കെ മോന് എക്സ്ട്രാ പാടിയതാണോ അതോ പഠിച്ചതിലുണ്ടോ? ഉണ്ട്. ഉണ്ട്, പക്ഷെ അതൊക്കെ ഇങ്ങനെ
ഭയങ്കര പിടിച്ചാണ് പാടുന്നത്. അതാണ് മെയിൻ മോൻ്റെ സിംഗിങ്ങിൽ വരുന്നത്. എനർജിയൊക്കെ ഉണ്ട്, നല്ല ആ സൽക്കാരം റൗണ്ടിന് വേണ്ടുന്ന ആ ഒരു എനർജി, പവർഫുൾ സിംഗിങ് ഒക്കെയാണ്. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതെന്തായാലും സർഫു മാറ്റിയെടുക്കാൻ ശ്രമിക്കുക, കാരണം ടൈറ്റ് ആവാണ് കേട്ടോ പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജില. ഷബ്നം? കൊള്ളായിരുന്നു മോനെ. താങ്ക് യു. എപ്പോഴത്തെയും പോലെ എനിക്ക് തോന്നുന്നു മോനിപ്പം എങ്ങനെ സംസാരിക്കാമെന്ന് പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നാണോ? കാര്യം എന്തോ എനിക്ക് മോൻ്റെ ഇന്നത്തെ ടോട്ടൽ സിംഗിങ്ങിൽ തോന്നിയെന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ആണ്, ഫ്ലുവൻസി ഇല്ലാത്ത ഒരു രീതി. മോന് തോന്നിയോ അത്? മോന് വിചാരിക്കുന്ന പോലെ സംഗതികൾ പാടാൻ പറ്റുന്നുണ്ടോ? മോന് മനസ്സിൽ ശരിക്കും മോൻ ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ പാടാൻ പറ്റില്ല. മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ പാടണം എന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടോ സർഫു? ഈ പാട്ടിൽ അങ്ങനെ മോന് തോന്നിയോ? പാടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസിൻ്റെ കുറവ് തന്നെ ആയിരിക്കും അല്ലേ? അടുത്ത പെർഫോമൻസിൽ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു സർഫ്രാസ് നന്നായിട്ട് ചെയ്യട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഷബ്നം. സർഫ്രാസ്, മാർക്സിലേക്ക് പോവാം. ഫിറോസിക്ക? 37.5. 37.5. സജില? 28. 28 out of 30. ഷബ്നം? 28. താങ്ക് യു. 28 out of 30. സർഫ്രാസിന് കിട്ടുന്ന ടോട്ടൽ 93.5 out of 100. സർഫ്രാസ്, ഇത് പോരാ, നമുക്ക് ഇനി എന്തായാലും 95 മുകളിൽ എന്തായാലും മേടിക്കണം കേട്ടോ. 95 പോരാ, എത്ര മേടിക്കണം? 100 മേടിക്കണം. അടുത്ത തവണ നല്ലോണം പാടുമെന്ന് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് തരാം. ഓക്കെ, പ്രോമിസ്? എന്നതാ ഷേലാസ് വെഡിങ് സെന്റർ മഞ്ചേരി നൽകുന്ന സമ്മാനം. താങ്ക് യു. ഹാപ്പി ജാം സോസസ് പിക്കിൾസ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 പവേർഡ് ബൈ ബ്യൂട്ടി മാർക്ക് ഗോൾഡിന്റെ ഈ എപ്പിസോഡിലെ സ്റ്റാർ ആരാന്ന് അറിയണ്ടേ? ആരായിരിക്കും ഇത്തവണത്തെ സ്റ്റാർ? എനി ഗെസസ്? സ്റ്റാർ ഓഫ് ദ എപ്പിസോഡിൽ ഞാൻ ഈ വേദിയിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ റസയും കൂടെ ഉണ്ടാക്കണം. എന്നാ പിന്നെ നമുക്ക് റസീനെയും കൂടി ക്ഷണിക്കാം. റസയുടെ മുഖം കാണാലോ. വന്നോളൂ. നല്ല ബ്യൂട്ടിഫുൾ ഐസൊക്കെ ആയിട്ട്. ബഷീറക്കയുടെ മോളല്ലേ? ഈ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ടൈറ്റിൽ കിട്ടാൻ പോകുന്ന വ്യക്തിക്ക് എന്ത് സമ്മാനമാണ് ലഭിക്കുന്നത്? ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന ഒരു സമ്മാനമായിരിക്കും. ഇനി പാത്തുമ്മയ്ക്ക കിട്ടണമെങ്കിലോ? പാത്തുമ്മയ്ക്ക് കിട്ടുന്നത് പ്രിൻസ് പട്ടുപാവാട നൽകുന്ന ഒരു പട്ടുപാവാട. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇന്ന് എല്ലാവരും സ്റ്റാർസ് ആണ്. അപ്പോൾ ഇന്ന് ശരിക്കും സൂപ്പർ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ഞാൻ എപ്പോഴും പറയുന്നത് സൂപ്പർ 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 ടാലൻറ്റഡ്. ആരാണ്? നെഹ്ല കുട്ടി. സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ഫാത്തിമ നെഹ്ല. വന്നോളി പെണ്ണുങ്ങളെ നിങ്ങൾ നെല്ലുന്ന കുത്തിക്കൂടി, നെല്ലുന്ന കുത്തിക്കൂടി. വന്നോളി പെണ്ണുങ്ങളെ നിങ്ങൾ നെല്ലുന്ന കുത്തിക്കൂടി, നെല്ലുന്ന കുത്തിക്കൂടി. പുന്നാര മാരന്റെ സൽക്കാരം പിരിശത്തിലാക്കിക്കോളി, പുന്നാര മാരന്റെ സൽക്കാരം പിരിശത്തിലാക്കിക്കോളി. വന്നോളി പെണ്ണുങ്ങളെ നിങ്ങൾ നെല്ലുന്ന കുത്തിക്കൂടി, അയ്യാറട്ട് നെല്ലുന്ന കുത്തിക്കൂടി. വന്നോളി പെണ്ണുങ്ങളെ നിങ്ങൾ നെല്ലുന്ന കുത്തിക്കൂടി, അയ്യാറട്ട് നെല്ലുന്ന കുത്തിക്കൂടി. വന്നോളി പെണ്ണുങ്ങളെ നിങ്ങൾ നെല്ലുന്ന കുത്തിക്കൂടി, അയ്യാറട്ട് നെല്ലുന്ന കുത്തിക്കൂടി.